ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് അടുക്കളപ്പണി എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. അതുകൊണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ട്ടോ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു സാധനം കാണിച്ചു തരാം ട്ടോ. ഈ ഇരിക്കുന്ന ചെറിയ കുപ്പിയില്ലേ, ആ ഒരു ബോട്ടിൽ ഗ്ലാസിൻ്റെയാണ്. അത് പലരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരിക്കൽ സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ 100 രൂപയ്ക്കാ തോന്നുന്നു 4 എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ താഴെ കാണുന്ന ഒരു കട്ടിങ് ഇല്ലേ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. പക്ഷേ ഈ താഴെ കാണുന്ന ചെറിയൊരു കട്ടിങ് ഇതുപോലെയും വെക്കാം കേട്ടോ. അപ്പോൾ നേരെ നിവർത്തി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്റ്റൈലായിട്ട്, കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഭംഗിയായില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതറിയാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് നോക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യം തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഈ തേങ്ങാപ്പാൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ അതിൻ്റെ ബാക്കി വരുമല്ലോ വേസ്റ്റായിട്ട്. അപ്പോൾ ഇത് കൂടുതൽ ആളുകളും കളയാറാണ് പതിവ്. അപ്പോൾ ഇത് കളയാതെ ഇതെങ്ങനെ യൂസ് ചെയ്തതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മധുരം ഇട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കളയാം കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് ഇതെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഇതിൽ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരിക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇത് മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുട്ടിൻ്റെ കൂടെ കുഴച്ച് നോക്കാം കേട്ടോ. അപ്പോൾ പുട്ടിനിപ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് ഏറ്റവും താഴ്ഭാഗത്തും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും മാത്രമാണ് തേങ്ങ ഇടാറ്. പക്ഷേ പുട്ടിൻ്റെ കൂടെ ഇതുപോലെ തേങ്ങ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുഴയ്ക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ പുട്ടിന് ഒരു പ്രത്യേക മണവും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തേങ്ങ പാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റാന്ന് പറഞ്ഞിട്ട് ആ സാധനം കളയരുത്. അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇലയട ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെല്ലവും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റോളൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതൊന്ന് പൊതിയാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞ് ഇനി അതാരും കളയരുത്. സെക്കൻഡ് നമുക്ക് ഗ്യാസിൽ ലാഭിക്കാം, ടൈമും ലാഭിക്കാം. അപ്പോൾ എങ്ങനെ വെച്ചാലും പുട്ട് ഒരേ ടേസ്റ്റ് തന്നെയായിരിക്കും. കുറ്റിയിൽ വെച്ചാലും ഇതിൽ വെച്ചാലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമും വേണ്ട, എല്ലാവർക്കും ഒറ്റ ആവിയിൽ തന്നെ പുട്ട് റെഡിയാവും കേട്ടോ. രണ്ടാമതൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കടല നേരത്തെ വേവിച്ച് എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കുക. തലേ ദിവസം തന്നെ നിങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് വേണ്ട അത്രയും കടല ഒരുമിച്ച് കുതിർത്താൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ എപ്പോഴും കിച്ചണിൽ പണികൾ ചെയ്യുന്ന സമയത്ത് ഒരു പാത്രത്തിൽ നല്ല വെള്ളം വെക്കുക. ഇത് ഓരോ തവണയും നമ്മൾ വെള്ളം കഴിയുമ്പോൾ എടുക്കാനായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേഗം എടുത്ത് ഒഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ടൈം നമുക്കവിടെ വേസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ മൂന്നാമതൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിക്കുക കേട്ടോ. നിങ്ങൾ ഓരോ ബോട്ടിലുകളായിട്ട് അതിൽ നിന്ന് ഓരോ മുളക് പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും ഓരോന്ന് എടുത്ത് ടൈം കളയണ്ട. ഇതൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു ചെറിയ ചെറിയ ഓരോ മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോന്ന് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണ് ഒരു ഡേയിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കൂടുതലും കടുക് വറുക്കാനുള്ളതും ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ഇതിലിട്ട് വെക്കുക കേട്ടോ, ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തു, ഒറ്റ ബോക്സ് എടുത്താൽ മതി, അതിൽ തന്നെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലക്കറി നിങ്ങൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വെക്കുമ്പോൾ 2 ദിവസത്തേക്കുള്ളത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിത് പുട്ടിൻ്റെ കൂടെ വെക്കും. നാളേക്ക് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കറി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ചോറായാലും കടലപ്പരിപ്പ്, പയർ, അതുപോലെ തന്നെ വേറെ എന്ത് കറി ഇതിൽ കുക്കറിൽ വെക്കാൻ പറ്റുന്നതെല്ലാം കുക്കറിൽ വെക്കുക കേട്ടോ. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഒരുപാട് ടൈം ഗ്യാസും ചിലവില്ല, അതുപോലെ തന്നെ ടൈമും ഒരുപാട് വേണ്ട. ചട്ടിയിലൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ എത്ര സമയം അത് വേഗം വേണം. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം അതിങ്ങനെ കത്തി കൊണ്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അതൊന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലൊരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് കറിക്കോ ഉപ്പേരിക്കോ വേഗം എടുക്കാം. ഇതൊക്കെ കാലത്ത് എണീറ്റിട്ട് ചിരവാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടൈമാവും. അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് തണുപ്പോട് കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ വേണ്ട അത്രയും തേങ്ങ അതിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ആ ചൂട് കൊണ്ട് ആ തേങ്ങ തണുപ്പ് പൊയ്ക്കോളും. എന്നിട്ട് അരച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് എപ്പോഴും താളിക്കുന്ന സമയത്ത് ഇതുപോലെ മൂടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ എണ്ണ തെറിക്കും. എണ്ണ തെറിച്ചിട്ട് പിന്നീട് അത് തുടയ്ക്കണം. ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. അതുപോലെ തന്നെ അത് 1-2 ദിവസം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഴയില മൊത്തം ഒരു എന്താണ് പശ പോലെ അങ്ങനെ ആവും ട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താളിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, അതും നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് കൂടുതൽ അരച്ച് വെച്ചോട്ടോ. അത് നിങ്ങൾക്ക് ഇതുപോലെ കടല മസാലക്കറിയും പലതും വെക്കുമ്പോൾ കാലത്ത് ആവശ്യം വരും. അതൊക്കെ തൊലിക്കാനുള്ള ടൈമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമും. അതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിൻ്റെയൊക്കെ തൊലിക്കുന്നത് എളുപ്പത്തിൽ തൊലിക്കാൻ പറ്റിയ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണട്ടെ. അതിന് മുന്നിലൊരു വീഡിയോ തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ 2 ദിവസത്തേക്കുള്ള കറിയാണ്. അതിൽ പിറ്റേ ദിവസത്തേക്കുള്ള കറി ഞാൻ അപ്പം തന്നെ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേടുവരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്ക് തന്നെ അത് പകുതി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളേക്ക് എനിക്ക് ഇനി പണി എളുപ്പമായില്ലോ. അതുപോലെ തന്നെ കയ്യോടെ നിങ്ങൾ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കുക കേട്ടോ. പിന്നെ ഇത് തുറക്കുമ്പോൾ തോന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ പാത്രങ്ങളൊന്നും വെക്കില്ലേന്ന്. എനിക്ക് വർക്ക് ഏരിയയിൽ വേറൊരു പാത്രം വെക്കണ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും അവിടെയാണ് കേട്ടോ കഴുകിയതൊക്കെ കൊണ്ടുവയ്ക്കുക. വെള്ളം ഒറ്റുന്നതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുക കേട്ടോ. കുറച്ച് ഡ്രൈ ആയത് മാത്രമേ ഇവിടെ കയറ്റി വെക്കുകയുള്ളൂ. പിന്നെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ അപ്പം തന്നെ കൗണ്ടർ ടോപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. എവിടെയാണ് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക ഇതൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പണി ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പ് നിറഞ്ഞു കിടക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് വെക്കുന്ന സമയത്ത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഓരോന്നും കഴിയുമ്പോൾ അപ്പം തന്നെ കഴുകിയെടുക്കുക. ഇപ്പോൾ സവോള വഴറ്റാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് 1-2 പാത്രം കഴുകാനുള്ള സമയമൊക്കെ കിട്ടുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ടാവും. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ താളിക്കാനോ എന്തെങ്കിലും ചെറുതായിട്ട് ഗ്യാസിൽ കുറച്ച് സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വേഗം പോയി പാത്രം കഴുകും. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൗവ് എന്നും സോപ്പിട്ട് വയ്ക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണ മഴക്കിലൂടെ നമ്മൾ ആ തുണി വെച്ച് തുടയ്ക്കുക എന്നുണ്ടെങ്കിൽ ആ തുണി കുറച്ചാകുമ്പോൾ വഴുവഴുപ്പുണ്ടാവും. ആ വഴുവഴുപ്പില്ലാതിരിക്കാനായിട്ട് സോപ്പിട്ട് നല്ലോണം തുടച്ചിട്ട് കഴുകിയിട്ട് തുണി വെച്ച് തുടയ്ക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് തുണിയിൽ വഴുവഴുപ്പും ഉണ്ടാവില്ല. ഗ്യാസ് നല്ല തിളക്കവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അറ്റത്തിരിക്കുന്ന കുക്കർ എനിക്ക് ചോറ് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വെക്കാനുള്ളതും കഴിക്കുന്ന സാധനങ്ങളും മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സി ഞാൻ എടുത്ത് താഴ്ഭാഗത്ത് വെക്കും കേട്ടോ. എനിക്ക് കൗണ്ടർ ടോപ്പിൽ അധികം സാധനങ്ങൾ ഇരിക്കുന്നത് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇവിടുന്ന് മാറും. അതുപോലെ തന്നെ ഞാൻ കബോർഡ് വെക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞ് വെപ്പിച്ചാണ് കേട്ടോ ഈ ഒരു ഷെൽഫ് ഇവിടെ. അപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ താഴെ എല്ലാവരുടെയും താഴ്ഭാഗം കാലിയാക്കിയിട്ടാണ് എല്ലാവരും ഇടുക അല്ലേ. ആ വേസ്റ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ഷെൽഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇതുപോലൊരു സ്റ്റാൻഡ് അവരോട് വെച്ചിടാൻ പറഞ്ഞിട്ട് ചെയ്തോട്ടെ. എൽ ക്ലാമ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല യൂസാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഭാഗം കാലിയാക്കി ഇടുന്നതിന് മുന്നേ ഈ ഭാഗത്ത് 1-2 വെക്കാൻ പറ്റുക അങ്ങനെ വെച്ചോട്ടെ. അപ്പം ഞാനിത് വെച്ചിരിക്കണ ഒരെണ്ണമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പാത്രം കഴുകാനുള്ള വിമ്മും ലിക്വിഡും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു യൂസാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്തോട്ടാ. കിച്ചൺ കബോർഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും എത്ര ചിലവ് വന്നു എന്നുള്ളതും എല്ലാം നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടോട്ടെ. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്നൊക്കെ പോയി കാണുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ. ഓർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കാൻ നിന്ന സമയത്ത് മറന്നുപോയി. മെയിനായിട്ട് നമുക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ ഫോൺ ആദ്യം മാറ്റി വയ്ക്കണം. കാലത്ത് എണീറ്റാൽ തന്നെ ഫോൺ ഞാൻ എടുക്കുകയില്ല കേട്ടോ. ആദ്യം ഞാനൊന്ന് നോക്കും, വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സായി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതിന് 1-2 മിനിറ്റ് മാത്രം ഞാൻ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ തൊടില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണികൾ ഇങ്ങനെ വലിച്ചു നീട്ടി ഉച്ചവരെ കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല. വേഗത്തിൽ ചെയ്ത് തീർക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ കൂടുതലും യൂസ് ചെയ്യില്ല. മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പം ഒരു മ്യൂസിക് വയ്ക്കാമെന്നുണ്ടെങ്കിലും ഒരെണ്ണം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്
രണ്ടാമത് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അത് മാറ്റാൻ നിൽക്കും. അപ്പോൾ ടൈം പോവും. അതുപോലെ തന്നെ മെയിനായിട്ട് നോട്ടിഫിക്കേഷനില്ലേ അത് ഓഫാക്കി വെക്കുക കേട്ടോ. അത് ഓഫാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സൗണ്ടുകളും ആരെന്താ വിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലിങ്ങനെ കിടക്കുമ്പോൾ ഓരോ പണി ചെയ്യുന്ന സമയത്തും അത് എന്താ വിട്ടിരിക്കുന്നത്, വാട്സാപ്പിൽ എന്തെങ്കിലും ആണോ, ആരെങ്കിലും എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ, അതൊക്കെ നോക്കാനായിട്ട് നമുക്കൊരു മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കാൻ വന്നാൽ മതി. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ യൂട്യൂബ് എത്തി, ഇൻസ്റ്റഗ്രാം എത്തി, അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് സമയം പോകും. അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വിചാരിക്കുന്ന സമയത്തൊന്നും പണി കഴിയില്ല കേട്ടോ. എൻ്റെ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിക്കലും തുടയ്ക്കലും നോക്കണ്ട, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ ചില സമയങ്ങളിൽ കാലത്ത് തന്നെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇഡലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആവി വയ്ക്കുന്ന സമയത്ത് ഞാൻ ആ ടൈമിൽ പോയി അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇഡലി നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തട്ടിലൊക്കെ എല്ലാം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നില്ല, കഴുകാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ കാലത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ആ വെള്ളം കളയാതെ അതിനുള്ളിൽ തന്നെ ഇറക്കിയിട്ട് അങ്ങനെ ഞാൻ അടച്ച് വെക്കും. ഒരു ഉച്ചയാകുന്ന സമയത്ത് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലോണം വിട്ട് വരും കേട്ടോ. എളുപ്പത്തിൽ പോകും കേട്ടോ. വെള്ളത്തിൻ്റെ താഴെ കൊണ്ട് കാണിച്ചാൽ തന്നെ മതി, അത് പൊയ്ക്കോളും. ഇത് പിന്നെ ദോശ ചൂടാനായിട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ തെട്ട് തുടച്ച തുണികളും ഈ ചട്ടികളൊക്കെ പിടിക്കുന്ന തുണികളുണ്ടാവില്ലേ, കരിത്തുണിയൊക്കെ, ആ സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ലിക്വിഡ് ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അപ്പം തന്നെ കഴുകിയെടുക്കുക കേട്ടോ. ഞാൻ സിങ്കി വെച്ചിട്ട് തന്നെ അത് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അധികം ചെളിയൊന്നും ഉണ്ടാവില്ല. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അത് കഴുകിയെടുക്കും കേട്ടോ. അതുപോലെ തന്നെ തെട്ട് തുടയ്ക്കുന്നത് ഡെയിലി ലിക്വിഡ് ഇട്ടിട്ട് കഴുകുക. എല്ലാ പണിയും കഴിയുന്ന സമയത്ത് സിങ്കാണ് കേട്ടോ ഏറ്റവും അവസാനം കഴുകുക കേട്ടോ. ഇതുപോലൊരു നാരങ്ങൻ്റെ ഒരു മുറി എടുക്കുക, എന്നിട്ട് സോഡാപ്പൊടി ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതുകൊണ്ട് നാരങ്ങൻ്റെ തൊണ്ടുകൊണ്ട് തന്നെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ സിങ്ക് നല്ലോണം തിളങ്ങും കേട്ടോ. നല്ലോണം മാറ്റം അറിയാം. നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയും കേട്ടോ അതിൻ്റെ മാറ്റം. ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ചെറുതായിട്ട് ഇങ്ങനെ കാലത്തൊട്ടുള്ള പാത്രങ്ങൾ കഴുകിയതിൻ്റെ അഴുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽ ഇളകി വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അല്ലേ, കുക്കർ വിസിൽ വന്നു കഴിഞ്ഞിട്ട് ആ എയർ കഴിയാതെ നമുക്ക് തുറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിന് എയർ കഴിയുന്നത് വരെയും പോകുന്ന വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കളയാനായിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. കുക്കറിൻ്റെ വിസിൽ എടുക്കാതെ തന്നെ നിങ്ങൾ ടാപ്പിൻ്റെ താഴെ കൊണ്ട് വെക്കുക, എന്നിട്ട് ടാപ്പ് ഒന്ന് ഓൺ ചെയ്ത് വിടുക. ഓൺ ചെയ്ത് വിട്ടിട്ട് ആ വിസിലെടുത്ത് മാറ്റരുത് കേട്ടോ. വിസിലെടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് വിസിൽ മാറ്റാതെ തന്നെ ടാപ്പ് ഓൺ ചെയ്യുക. ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കർ ഒന്ന് തണുപ്പാവുമ്പോൾ ടാപ്പ് ഓഫ് ചെയ്തിട്ട് മുകളിലേക്ക് മാറ്റി വെച്ച ശേഷം നിങ്ങൾ തുറക്കുക എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വിസിൽ കളഞ്ഞ് എയർ പോയി ഇതൊക്കെ ടൈം നിങ്ങൾക്ക് കളയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ അതേ ഞാൻ സോഡാപ്പൊടിയും നാരങ്ങയും കൂടി വാഷ് ബേസിൻ്റെ ടാപ്പും നമ്മൾ ബോറിൽ വെള്ളമായതുകൊണ്ട് കറ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്ത് നോക്കി. അപ്പോൾ പെട്ടെന്ന് കറയൊന്നും പോകുന്നില്ല കേട്ടോ, ചെളി പോകുന്നുണ്ടെന്നല്ലാണ്ട്. എങ്കിൽ ഞാൻ കാണിച്ചെന്ന പോലെ തന്നെ നല്ല തിളക്കവും ഉണ്ട്, അതുപോലെ തന്നെ ചെളി പോകുന്നുണ്ട്. ഈ കറ പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ട് നിങ്ങൾ ചെയ്തോട്ടെ. എന്തായാലും സോഡാപ്പൊടി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്നു. കുറേ വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല, പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് മുന്നും നമ്മൾ കുറേ നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യണേ.